ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് അതോറിയാണ്. അപ്പോൾ അതോറിയയിൽ ഇന്നിപ്പോൾ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് ഗ്രാസ് ലാൻഡിലത്തെ എലിഫൻറ്റ് ബോസിനെ അടിക്കണം, അതിനെ പിടിക്കണം. പിന്നെ ഈ ബോസ് ഫൈറ്റിന് പോകുമ്പോൾ വേറെ ഗുണമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ കിട്ടാത്ത ചൂസിനെ നമുക്ക് റയറായിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുണ്ട് നമ്മുടെ കയ്യിൽ. ഇപ്പോൾ ഗ്രാസ് ലാൻഡിലത്തെ ഒരു 5-6 കിട്ടാത്തതുണ്ട്. അതപ്പോൾ ഇന്ന് പോയാൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി നേരെ കളി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഗ്രാസ് ലാൻഡ് ഇലിസ്ട്രേഷനിൽ ആണ് നമ്മൾ നിൽക്കുന്നത്. ഇനി നമ്മൾ അതിൻ്റെ അടുത്തേക്ക് കയറാനുള്ള പ്ലാനിങ് ആണ്. ഒന്ന് ക്ലെയിം ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കയറാം. അപ്പോൾ അതായത് ഇതാണ് കേട്ടോ ആ ഒരു ബോസ്. ലെവൽ 10 അതിൻ്റെ റെക്കോർഡായിട്ടുള്ളത്. അതായത് ഇതായിട്ട് അടിച്ചേക്കുന്ന എല്ലാവർക്കും ലെവൽ 10. അപ്പം നമുക്ക് ലെവൽ 10 ആവുള്ളൂ. അതായത് ഈ ബോസിൻ്റെ ഈ ഗ്രാസ് ലാൻഡിലത്തെ ഇത് ലെവൽ 10. അപ്പോൾ നമുക്ക് സമൺ ഫസ്റ്റ് ഇത് സെറ്റ് ചെയ്യട്ടെ. ഹെൽത്ത് ഓക്കെ. ഇനി സമൺ ലോഡ് ചെയ്യട്ടെ. ഫസ്റ്റത്തെ ആരെ വന്ന അപ്പോൾ ഫ്ലെയിം ഫോക്സ് ആണ് വന്നത്. സ്കാൻ ചെയ്തിട്ടില്ല. ഫ്ലെയിം ഫോക്സ് ഇതേ ഫസ്റ്റ് വെക്കത്. അയ്യോ നമ്മൾ മേലേക്ക് ഫ്ലെയിം ഫോക്സിനെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് അടി സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ഞാൻ വെറുതെ പറഞ്ഞതാ. അത് ശരിക്കും ആവശ്യമൊന്നുമില്ല. നമുക്ക് നല്ല ഷോട്ട് ഗണ്ണും പിന്നെ ഇവനെയും വെച്ച് ഇതിനെ എടുക്കാനുള്ളതുള്ളൂ. പിന്നെ ഈ ക്യൂബിൻ്റെ അകത്തേക്ക് കയറ്റണം. അത് അത്രയുള്ളൂ. അതുപോലത്തെ അയ്യോ നീ നിർത്തിയ. അവൻ്റെ ഹെൽത്ത് നല്ലോണം കുറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് കയറിക്കോ. കേറ് പൊട്ടിച്ചു. അപ്പോൾ അടുത്തത് നിനക്ക് കയറിക്കൊള്ളാം. കഷ്ടപ്പെടുത്താണ്ട് മനുഷ്യ ഇവിടെ നിന്ന് കഷ്ടപ്പെടുത്താണ്ട് ഇന്നൊക്കെ കയറ്റാനായിട്ട് നോക്കുമ്പോൾ നിനക്ക് കയറില്ല. ഇതിൻ്റെ അകത്ത് ഞാൻ എന്താ ചെയ്യുക? കയറ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി. അപ്പം ഇനി നമുക്ക് 7000 ഉള്ളൂ ഇത്. അപ്പോൾ ഇത് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് അടുത്ത ആളിനെ സമൻ ചെയ്യാം. അപ്പതേ ഇത് വൈൻ ഹോള്. ഇവൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്ന് വെച്ചാൽ അതിനെ നമ്മൾ പിടിച്ചെന്ന് തോന്നുന്നു. എന്നാലും പിടിക്കാം. ഇവൻ്റെ അറ്റാക്ക് എന്താണെന്ന് നോക്കണ്ട. അപ്പോൾ ഇത് ഗ്രാസ് ട്രാപ്പാ. അതായത് അവിടെ അതിൻ്റെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മളെ അവൻ്റെ അടുത്തേക്ക് വലിക്കും. ആ വലിക്കുന്നതിനനുസരിച്ച് നമ്മൾക്ക് ഡാമേജ് കിട്ടും. അങ്ങനെയാണ് അത്. അപ്പോൾ അതിൻ്റെ അടുത്ത് മാക്സിമം കയറി എടുക്കാണ്ടിരിക്കുക. ഇത് നമുക്ക് ജോക്കറിന് കളിച്ചാൽ പച്ച ജോക്കറ്, ചുവപ്പ ജോക്കറ് എന്ന് വെച്ചാൽ ജോക്കറിൻ്റെ ലുക്കാണ്. ഫേസ് കാണിച്ച എൻ്റെ ഫേസ് കാണിക്കുന്നില്ല. കയറിക്കോ. കയറിയില്ലേ? 50% പൊട്ടിച്ചായിരുന്നു. ഇതെന്താ ചെയ്യുക? ത്തോളം ഇതൊന്നും കാണിക്കരുതാ. ഞാൻ നിന്നെ കൊന്നിട്ടൊന്നുമില്ലല്ലോ. ഞാൻ നിന്നെ കൊല്ലാനല്ലേ വിളിക്കണം. അപ്പം നീ കയറി വായോ. നീ ഇത്രത്തോളം ഇത് കാണിക്കല്ലേ. ഇദ്ദേഹത്തെ ലെവൽ 1 ക്യൂബായിട്ടാണ് ഇതിൻ്റെ അത് കയറും. കണ്ട ഇത് ഒട്ടുമിക്ക എല്ലാ ചൂച്ചസിനും പിടിക്കാൻ പോകുമ്പോൾ ഇതവസ്ഥ. ഇപ്പോൾ നമ്മൾ ഇറക്കിയിട്ടാണ് സ്നീലും ചോദിച്ചു. ലെവൽ 2 ക്യൂബ് എറിഞ്ഞു പൊട്ടിച്ചു. ലെവൽ 1 ക്യൂബ് എറിഞ്ഞു, അത് കയറി. ഇത് ഞാനൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഇവനെയും പിടിക്കാം. ഫസ്റ്റ് റീലോഡ് എന്താ 300 ഡാമേജ് വന്നിട്ടാ. എന്നിട്ട് കഴിഞ്ഞ ഇവൻ്റെ ഹെൽത്ത് പകുതിയാവാതെ എൻ്റെ ആളുടെ
ഷീൽഡ് പോലും പൊട്ടിയിട്ടില്ല. സ്നേഹിതിൻ്റെ ചുറ്റുവിൻ്റെ നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മളെ ചൂച്ചൂസിൻ്റെ പേരിടാം. ഇപ്പം റൈഡിൻ്റെ ചൂസിനോ ആണ് ഞാൻ മെയിനായിട്ട് കണ്ട. എനിക്ക് മൗണ്ടിയാണ് ഞാൻ മെയിനായിട്ട് കണ്ടത്. ഞങ്ങൾക്ക് ഇടാൻ പറ്റുമെന്ന് ഞാൻ നോക്കിയിട്ടില്ല. അക്കത്തിൽ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു. കേറോ? ഇവൻ കേറില്ലാന്ന് തോന്നുന്നു. ഫൈറ്റിൻ്റെ ഇടയിൽ ടഫിൻ്റെ അറിയില്ല. ഇതിൽ കേറോ? ഒന്നുമില്ല. ഏത് സമയത്ത് നോക്കാൻ പറ്റില്ല. ക്യാപ്പ് ഇതാന്നേക്ക പുറത്ത് എന്താ ഈ 7 എണ്ണത്തിൻ്റെ അകത്ത് നീ കയറിയില്ലെന്ന് ഞാൻ കൊല്ലും. രണ്ട് മിനിറ്റാണ്. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള അപ്പോഴേക്കും 3ാമത്തെ അടിച്ച്. അതാണ് നമ്മൾ 3ാമത്തെ കയറാൻ കഷ്ടപ്പെടാം. കയറി. പല്ല് ഇത് പല്ലാണ്. രണ്ടെണ്ണം മതി. അതും സമം ചെയ്തു. അതെ ബെസ്റ്റ് അത്. ഇവനൊക്കെ എന്ത് ചെയ്യാ? ഞാൻ അടുത്തത് സ്കിപ്പ് ചെയ്യും. അതുള്ളൂ. ഇന്നൊന്നും എനിക്ക് വേണ്ട. ലോഡാന്നാ ഇല്ലേ വീണ്ടും ഞാൻ അപ്പോൾ അടുത്ത ആളിന് ഇത് ലോഡ് വരും ഉറപ്പാ. അടുത്തുള്ളൂ. ലോഡിന് നമ്മൾ എളുപ്പപ്പണിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ലെവൽ 3 ക്യൂബ് എടുക്കുക. അത് കഴിഞ്ഞ് ഗ്രനേഡ് എടുക്കുക. എറിയുക. വേഗം ഹെൽത്ത് പറയും. അതാണ് ലോട്ട് നിൽക്കാൻ പറ്റിയ ട്രിക്ക്. നമ്മളിനി ഡെസേർട്ടിലേക്ക് കയറുമ്പോൾ അവിടെയും ചെയ്യാൻ പോകുന്നത് ഇതാണ്. അപ്പോൾ ഇവരും ഗ്രാസ് വേപ്പനാട്ടാ ഇവിടുത്തെ ലോട്ടണം. അതായത് മറ്റേ വൈൻ ഹോളിനും ഗ്രാസ് ക്ലാപ്പ, ഇവനും ഗ്രാസ് ക്ലാപ്പ. ശരി. മിഞ്ഞൊന്നൊരു ബോധില്ല. എന്താണ് എൻ്റെ ഹെൽത്തിനെ കുറയ്ക്കാൻ ഇത്തിരി കഷ്ടപ്പെടും. ഇവനൊക്കെ വന്നിട്ട് കൊടുക്കാതാ. എൻ്റെ ഒരാളെ വേസ്റ്റ് തോന്നി. അങ്ങനെ അവിടെ അത് ഫ്രണ്ട് ഉണ്ട്. ഡാമേജ് എടുക്കുക. അത് കണ്ട കിട്ടിയത് കണ്ട. ഇതേമാതിരി പണി കിട്ടും. മാക്സിമം ഇവൻ്റെ ഇപ്പം ഫൈറ്റ് ചെയ്യുമ്പോൾ ഗ്ലാസ് ട്രാപ്പിൽ കറണ്ട് നിൽക്കുക. എത്ര 4 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. അതായത് 3.5 മിനിറ്റ് കാണില്ല. അതിനകത്ത് മുമ്പ് നമ്മൾ പിന്നെ ഹെൽത്ത് പോലും ഇല്ല. അതൊക്കെ കൂടുതൽ കുറച്ച്. അതാണ് ഗ്രനേഡ് അറിയുമ്പോൾ മതി. ഇനി നമുക്ക് ഷൂട്ട് മതി. 3000 ഉള്ളൂ. ഇതൊക്കെ ധാരാളം. അതായത് നമുക്കടിച്ചു തന്ന ധാരാളം. ഷോർട്ട് ഗണ്ണിൽ ഇറങ്ങിയപ്പോൾ അതിൻ്റെ സമയം പോയോ? വാങ്ങിക്കുന്നുണ്ട് 600 തോക്ക് മാറ്റാ. നോക്കുള്ളൂ. ഇതൊന്നും വേണ്ട. ഒന്നുമില്ല കഥ ലാസ്റ്റ് വരി വേണ്ട. അത്ര 50%. 50-50 നിൽക്കണം. പൊട്ടോ ഇല്ലയോ? ഫസ്റ്റത്തേൽ കയറിയിലൊക്കെ കയറിയിടോ. അങ്ങനെ കഴിഞ്ഞ്. അപ്പം ഇതാണ് ആള്.
അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ, ഇവൻ അടിക്കുക വരുമ്പോൾ ഏറ്റവും എളുപ്പ പണി ഇതാ, ഗ്രനേഡ് കൊണ്ടുവരിക, അടിക്കുക, അത് മതി. അല്ലാതെ നിങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾ കുറേ കഷ്ടപ്പെടും. ഇല്ലേ പിന്നെ ഷോർട്ട് ഗണ്ണല്ല, വേറെ ഒരു ഗണ്ണുണ്ട്. ഷോർട്ട് ഗണ്ണ് കഴിഞ്ഞിട്ട് ആ ഒരു ഗൺ കൊണ്ടുവരുന്നു. അപ്പോൾ വേഗം അതിനടിച്ചതാണ്. അതിനത്ര 60.38 അങ്ങാണ്ട് ഡാമേജ് കയറും. അപ്പോൾ അങ്ങനെ എടുക്കാം, അല്ലാതെ വേണമെങ്കിൽ എടുക്കാം. ഇതാണ് എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും എളുപ്പമായ ട്രിക്ക്. ഇതാണ് സീറക്സ്. ഈ സീറക്സിനെ കിട്ടാനാണെങ്കിൽ സീറക്സിനെ നമ്മൾ ഇവിടെ വേണം, ഡെസേർട്ടിൽ വേണം. പക്ഷെ നമുക്ക് എന്തായിരുന്നു വെച്ചാൽ ഈ സംഭവം 35 ആക്കി കഴിഞ്ഞാൽ സീറക്സ് വേറത് ഇടും. ഇപ്പോൾ അടിക്കേണ്ട ആവശ്യമില്ല. സീറക്സ് ശരിക്കും അത്യാവശ്യം ടഫായിട്ടുള്ളൊരു ബോസാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ അതൊക്കെ ഈ ലോഡ് ബൗണ്ട് വെച്ച് കിട്ടാൻ അത്രത്തോളം നല്ലത്. പക്ഷെ അത് എടുക്കാൻ അത്ര എളുപ്പമില്ല. പിന്നെ നമ്മളുടെ ഗ്രാസ് ലാൻഡിൽ മെക്കുണ്ട്, അതെ മെക്ക ബോസ്. ഇതാ ഒരു മിനി ഗണൊക്കെ ചെറിയ റോബോട്ട് ഷൂട്ടിൽ വെക്കത്തില്ലേ, അതാണ് മെക്ക ബോസ്. അതിനൊക്കെ അടിക്കാൻ വെച്ചാൽ അത്ര എളുപ്പമല്ല. നമ്മളുടെ ഈ ലെവലും ഒക്കെ കൊണ്ടുപോയിട്ട് ഒരു ഉപകാരമില്ല, നമ്മൾ അടിച്ചിടാത്തുള്ളൂ. അപ്പോൾ ടാറ്റ ബൈ. Light work with the bass on the track, on my face in the back like I'm taking a slap. I need a drink, but it's straight from the tap. And I'm hating the slack, couple man slide around like they hate in the gaff. Please stop talking that trash, cause the vibes and the fun all the way to the